ഹായ് ഫ്രണ്ട്സ്, രാവിലെ എഴുന്നേറ്റ് ഉടനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. ലഞ്ചും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ ഉടനെ ഞാനൊരു ക്യാരറ്റ് ജ്യൂസ് കുടിച്ചു. അതിനുശേഷം ചെറുപയർ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറുപയർ കഴുകി കുക്കറിലേക്ക് ഇട്ടു. അതിലേക്ക് പച്ചമുളകും സവാള, കറിവേപ്പില, കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു. പിന്നെ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു കേട്ടോ. ഒന്ന് മിക്സ് ചെയ്തു. എന്നിട്ട് കുക്കർ ഒന്ന് അടുപ്പത്തോട്ട് വെച്ചു കേട്ടോ. ഒരു 5-6 വിസിലാകുമ്പോഴത്തേക്ക് നമ്മൾ ചെറുപയർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. പിന്നെ ഞാൻ തലേ ദിവസം തന്നെ വെള്ളയപ്പത്തിനുള്ള മാവ് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. തേങ്ങയും ചോറും അതുപോലെ തന്നെ പച്ചരിയും കൂട്ടി അരച്ചിട്ടുള്ള വെള്ളയപ്പമാണ് ഉണ്ടാക്കുന്നത്. ഈസ്റ്റൊന്നും ചേർക്കാതെ നല്ല പൊങ്ങി വരും കേട്ടോ. ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുമാണ്. കുറച്ച് തേങ്ങ വെള്ളം കൂടി ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കായിരുന്നു കേട്ടോ. പക്ഷേ തേങ്ങ വെള്ളം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തേങ്ങ മാത്രം കൂട്ടി ചേർത്തിട്ടാണ് ഞാൻ അരച്ചിട്ടുള്ളത്. അങ്ങനെ വെള്ളയപ്പം കൂടി ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ വെള്ളയപ്പം കൂടി ആയിട്ടുണ്ട്. ആ ഒരു ടൈമിനിടയിൽ നല്ല അടിപൊളി വെള്ളയപ്പം തന്നെ കിട്ടിയിട്ടുണ്ട്. ഈസ്റ്റൊക്കെ കൂട്ടി ചേർക്കുമ്പോൾ അതൊരു ഹെൽത്തി അല്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. തേങ്ങയോ ചേർത്തിട്ടാണ് എപ്പോഴും ഞാൻ വെള്ളയപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതും കൂടി ഞാൻ ഉണ്ടാക്കി വെച്ചു. അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ ബദാം, അണ്ടിപ്പരിപ്പ് അതുപോലെ തന്നെ ഈത്തപ്പഴമൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ഓരോ സാധനങ്ങളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും ഇടയ്ക്കിടയ്ക്ക്. അതുപോലെ തന്നെ പിന്നെ ഞാൻ ഉച്ചക്കത്തേക്കുള്ള ലഞ്ചും കൂടി ഉണ്ടാക്കുന്നുണ്ട് ഏട്ടന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഒരു തട്ടിക്കൂട്ടി ഒരു വെജിറ്റബിൾ ബിരിയാണി കേട്ടോ. അതിന് വേണ്ടി ആദ്യം തന്നെ കുക്കർ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ മുന്നേ ഞാൻ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് കുക്കർ ഞാൻ ചൂടാക്കാൻ വെച്ചു. അതിലോട്ടേക്ക് നെയ്യ് ഒഴിച്ചു. പിന്നെ കുറച്ച് ഓയിലും കൂടി ചേർത്തു കേട്ടോ. അതിൻ്റെ ഇടയിൽ വെള്ളയപ്പം ഉണ്ടാക്കുന്നുണ്ട്. ഓയിലും കൂടി ചേർത്തു. ആ ആവശ്യത്തിനനുസരിച്ച് ഓയിലും നെയ്യൊക്കെ ചേർക്കാം കേട്ടോ. ഞാൻ കുറച്ച് ചേർക്കുന്നുള്ളൂ. പിന്നെ എന്തൊക്കെ സ്പൈസസാണ് വേണ്ടത് അതൊക്കെ ചേർക്കട്ടെ. ഗ്രാമ്പു, പട്ട, അണ്ടിപ്പരിപ്പ്, അങ്ങനെ മുന്തിരി അതൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ തക്കാളിയും ബീൻസ്, ഉള്ളി, ക്യാരറ്റ് ഇതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ചേർത്തു. പിന്നെ നേരത്തെ ഞാൻ ഒന്ന് ക്രഷ് ചെയ്തെടുത്ത ഇഞ്ചി, വെളുത്തുള്ളീൻ്റെ, പച്ചമുളകിൻ്റെ പേസ്റ്റില്ലേ അതും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. ഒന്ന് ക്രഷ് ചെയ്തിട്ടേ ഉള്ളൂ. അതും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും കേട്ടോ. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാല, ഉപ്പും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം എടുക്കുക കേട്ടോ. എത്രയാണോ അരി എടുത്തിട്ടുള്ളത് അതിന് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു ലെമണിൻ്റെ പകുതി കട്ട് ചെയ്തതുണ്ട്, അത് ഞാൻ ഒന്ന് പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്, അരി ഇങ്ങനെ ഒട്ടിപ്പോവാതിരിക്കാനെല്ലാം വേണ്ടിയിട്ട്. അതും കൂടി ചേർത്തതിന് ശേഷം അരി ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വെള്ളം നന്നായി വെട്ടി തിളച്ചിട്ടുണ്ട്. തിളച്ച പടനെ അരി ഞാൻ അതിലോട്ടേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഉപ്പുണ്ടോയെന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കുക്കർ അങ്ങ് മൂടി വെച്ചു. ഒരു വിസിലിൽ നമ്മളെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എൻ്റെ കയ്യിൽ മല്ലിയിലയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാനത് വേഗം ഒന്ന് പാക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ. ഏട്ടന് വേണ്ടിയിട്ട് ഒരു സാലഡും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഉള്ളിയും പച്ചമുളകും തൈരിലൊരു സാലഡ്, പിന്നെ ബീട്രൂട്ടിൻ്റെ ഒരു അച്ചാറും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ പാക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. വെള്ളയപ്പവും ചെറുപയർ കറിയും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.